ജനകീയ തെരച്ചിലിന്റെ രണ്ടാം ഘട്ടമാണ് ഇന്ന് ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലൊക്കെ പുരോഗമിച്ചു പോകുന്നത്. 9 മണിയാവുകയാണ്. അതിന് കൃത്യമായിട്ടുള്ള രീതികളിലേക്ക് പൂർണ്ണമായും തന്നെ കടക്കാൻ പോവുകയാണ് ഈ നിമിഷം ജനകീയ തെരച്ചിൽ എന്നുള്ളതാണ്. നമുക്ക് മുണ്ടക്കയിൽ നിന്നും കെ മധുവും അതോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും എം കമലും കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം മധുവിലേക്ക് പോവുകയാണ്. മധു, അല്പസമയം മുമ്പ് വെള്ളാർമലയിൽ നിന്ന് നമ്മൾ കണ്ട ദൃശ്യങ്ങൾ ഇപ്പോഴും ആ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഒരു തുണിക്കടയാണോ എന്നുള്ളൊരു സംശയമുണ്ട്. ആ രീതിയിൽ പുത്തൻ വസ്ത്രങ്ങൾ അങ്ങനെ അവിടെ നിന്ന് 500 രൂപ നോട്ട്, പറ്റുബുക്ക്, അങ്ങനെ ഓരോ കാര്യങ്ങൾ സന്നദ്ധ പ്രവർത്തകർ ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. വേദനിപ്പിക്കുന്ന കാഴ്ചകൾ ഇപ്പോഴും അവിടെ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. മുണ്ടക്കയിലും ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം കാഴ്ചകളെല്ലാം തന്നെയും. ഓരോ പരിസരം കേന്ദ്രീകരിച്ച് ഇങ്ങനെ തിരച്ചിൽ നടക്കുകയാണല്ലേ? അതേ പൂജ, പറ്റുപുസ്തകങ്ങളിലെ കണക്കുകളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് അപ്രസക്തമാക്കിക്കൊണ്ട് പ്രകൃതി കടന്നു വന്നതിൻ്റെ ശേഷം ഇന്ന് ആഴ്ച ഏതാണ്, ദിവസം ഏതാണ് എന്നൊന്നും എനിക്ക് എപ്പോഴും കൃത്യമായി പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടെ, ഓർമ്മയില്ലാത്ത അവസ്ഥയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് കൂടുതൽ ആളുകൾ തെരച്ചിലിനായി കടന്നു വരുന്നു. മറ്റൊരു ജനകീയ തെരച്ചിലിൻ്റെ ദിവസം ഇതുപോലെ തകർന്നിട്ടിരിക്കുമ്പോൾ, ഞാൻ ആദ്യത്തെ ദിവസം ഈ മുണ്ടക്കൈ അങ്ങാടിയിലേക്ക് വരുമ്പോൾ ഈ പള്ളിക്ക് തൊട്ട് താഴെയുള്ള സ്ഥലത്ത് ആ വളവിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ നമ്മൾ ഓരോരുത്തരും കർണാടകത്തിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെയാണ് തെരച്ചിലിന് എന്നാണ് ഇവര് പറയുന്നത്. കർണാടകത്തിൽ നിന്നുള്ള ആൾക്കാരാണ്. നമുക്ക് കാണാം ഇതുപോലെയുള്ള ഇതുപോലെ ഈ തകർന്നു കിടക്കുന്ന കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടു. ഇവിടെ പലവട്ടം തെരച്ചിൽ നടത്തിയതാണ്. മനുഷ്യനുണ്ടോ, മനുഷ്യ സാന്നിധ്യമുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ എന്ന് ഒക്കെ അന്വേഷിച്ചതാണ്. ആ തെരച്ചിലിനൊപ്പം ഒരു ജനകീയ തെരച്ചിൽ. അതിനിടയിൽ ഇവിടെ ഫയർഫോഴ്സുകാരുണ്ട്. ഈ അജീഷ് അജീഷാണ്. അജീഷ് തൃശ്ശൂർക്കാരനാണ്. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ വെള്ളാമല സ്കൂളിൻ്റെ അപ്പുറത്ത് വെച്ചിട്ടാണ് അജീഷിനെ കണ്ടത്. അജീഷേ, നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാണ് അല്ലേ? അജീഷ് എന്ത് ചെയ്യുന്നു? ഞാൻ ഫിനാൻസിന്റെ കളക്ഷൻ ഏജൻസി ഓണറാണ്. ഇത് കഴിഞ്ഞപ്പോ അന്ന് വന്നതാണ്? അല്ല, അത് ഫസ്റ്റ് ദിവസം ഞാൻ തൃശ്ശൂര്, കുണ്ടുപാറ, ചെമ്പുകാവ് ആ ഏരിയയിൽ വെള്ളം, ഞങ്ങളുടെ ഏരിയയിൽ കയറിയിട്ട് വണ്ടിയിൽ ഏകദേശം ഒരു ഇത്ര കഴുത്തിനൊപ്പം തന്നെ വെള്ളം ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു 2-3 ദിവസമായിട്ട്. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ വെള്ളമൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വർക്ക്ഷോപ്പിൽ പോയി, നമ്മുടെ ഫ്രണ്ട്സ് സിംഗഞ്ചാണ്ട് വർക്ക്ഷോപ്പിൽ പോയി എല്ലാ സാധനങ്ങളും അഴിച്ച് ക്ലിയർ ആക്കിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ഇവിടേക്ക് 4ാമത്തെ ദിവസം എത്തുന്നത്. ഇതിപ്പോ ഇവിടെ നിങ്ങള് ഈ ദിവസങ്ങളിലൊക്കെ ഇതുപോലെയുള്ള മണ്ണുമാന്തികൾക്ക് തെരച്ചിലിനുള്ള കാര്യം ഒപ്പിക്കുമ്പോൾ അതിന് ഇന്ധനം എത്തിക്കുക എന്നൊരു ദൗത്യമാണ് ഈ ഓഫ് റോഡ് വണ്ടിയിൽ വെച്ചുകൊണ്ട് ഫയർഫോഴ്സിനാണ് അല്ലേ? അതെ, ഫയർഫോഴ്സിന്റെ ആണ്. എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഡീസൽ ഇവിടെ ആവശ്യമായ ഡീസൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ദൗത്യം. അതിന് 3 ടീമുകളാണ് ഇവിടെ ഉള്ളത്. ആ ടീമിലെ ഡീസൽ 1, 2, 3 എന്ന് പറയുന്ന 3 ടീമാണ്. 3 വണ്ടികളെ അതിനുവേണ്ടി സജ്ജമാക്കിയിരിക്കുകയാണ്. ആവശ്യമായ JCB അതുപോലുള്ള വാഹനങ്ങൾക്ക് ഡീസൽ എത്തിക്കുന്നു. രാവിലെ നേരത്തെ വരികയാണെങ്കിൽ അതിനുള്ളിൽ പോകണ്ട സാറേ. രക്ഷാദൗത്യത്തിന് യാതൊരു വിധത്തിലുള്ള പങ്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ രാവിലെ തന്നെ ഡീസൽ കളക്ട് ചെയ്യും. പരമാവധി ഡീസലുകൾ നമ്മൾ ക്യാനലിൽ ശേഖരിക്കും. അത് നമ്മൾ ഈ വണ്ടികളിൽ എവിടെയെല്ലാം ആവശ്യം, ഏതെല്ലാം പോയിന്റുകൾ ആവശ്യമുണ്ടോ അവിടെ കൃത്യമായി നിറയ്ക്കുകയും ഞങ്ങൾ വീണ്ടും പോയിട്ട് നിറച്ചുകൊണ്ട് വരികയും ചെയ്യും. രക്ഷാപ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനം ഈ യന്ത്രക്കൈകൾ എത്തിയതിനു ശേഷമാണ് നമുക്ക് അതുവരെ ചെന്നെത്താൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമുക്ക് എത്താൻ പറ്റിയത്. എത്ര ഡീസൽ വേണ്ടി വരും ഒരു ദിവസം നിങ്ങൾ കൊണ്ടുവരികയാണ്? നമ്മളുടെ വണ്ടിക്കകത്ത് തന്നെ ഏകദേശം ഒരു 10 ക്യാനുണ്ട്. അതിനകത്തൊരു 300 ലിറ്റർ ഡീസൽ, 11 ക്യാനുണ്ട്. അതിനകത്ത് 300 ലിറ്റർ ഡീസലോളം നമ്മൾ അറ്റ് എ ടൈമിൽ കൊണ്ടുവരും. അങ്ങനെ ഒരു 4-5 വട്ടമായിട്ട് ഒരു 1500 ലിറ്റർ ഡീസലോളം നമ്മൾ ഒരു ദിവസം കൊണ്ടുവരും. ഫയർഫോഴ്സിന്റെ ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് ഇതിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ 3 ദിവസമാണ് ഡ്യൂട്ടി എടുക്കുന്നത്. 3 ദിവസം കഴിഞ്ഞ് മാറി വരികയാണ്. അപ്പോൾ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. അപ്പം കൺട്രോൾ റൂമിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ അവർ സെറ്റിൽ നമ്മളെ വിളിച്ചറിയിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച അതിന്റെ മുകളിൽ താഴത്തേക്ക് ഇറങ്ങി സ്കൂളിന്റെ അതിൽ കൂടെ ഉള്ളിൽ കയറിയപ്പോഴാണ് ആദ്യം അജീഷ് ഈ വണ്ടിയായിട്ട് നിൽക്കണ കണ്ടത്. അന്നോട്ട് അയാൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അജീഷ് വളരെ എന്താ പറയുന്നത്, ഒരു വോളണ്ടിയർ ആയിട്ട് തന്നെ വളരെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ലാതെ തന്നെ വളരെ ഇതായിട്ട് നിൽക്കുകയാണ്. നിങ്ങൾ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകും അടുത്ത വിളി വരികയാണെങ്കിൽ? തീർച്ചയായിട്ടും. അടുത്ത വിളിയെന്നല്ല, ഞങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാ വണ്ടികൾക്കും എത്തിക്കുകയാണ്. അതിന്റെ ഇടയിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും അവർക്ക് അത്യാവശ്യമായിട്ട് ഡീസൽ പറയുവാണെങ്കിൽ നമ്മളെ വിളിച്ച് പറയും. അല്ലെങ്കിൽ പൂജ, ഇതുപോലെയുള്ള ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരന്തരം ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെ ഇത് അജീഷ എത്ര ദിവസം ഉണ്ടാവും ഇനി?
അത് ഇവിടുത്തെ സർക്കാർ പറയണ അത്ര നിൽക്കും എത്ര ദിവസം നിൽക്കാനും തയ്യാറാണ്? എത്ര ദിവസം നിൽക്കാനും തയ്യാറാണ്. ഇത് കഴിഞ്ഞ് എനിക്ക് മെഡിക്കലിന്റെ ഒരു ഡ്യൂട്ടി സാർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഡിക്കൽ വെച്ചാൽ ഞാൻ ഇവിടെ മെയിൻ ആയിട്ട് ആവശ്യം എന്ന് പറഞ്ഞാൽ കുറെ പേര് ഞാൻ ക്യാമ്പിൽ പോണ കാരണേ കുറെ പേർക്ക് ആവശ്യം അവർക്ക് കൗൺസിലിംഗ് ആണ്. അവർക്ക് എന്തോരം സംഭവം നമ്മൾ വാരി കോരി കൊടുത്തിട്ടും അവർക്ക് ഒന്നും ആവില്ല. അവരൊന്നും ഭക്ഷണം കഴിക്കാൻ മോളിൽ പോയിരിക്കുക, അവരാരോടും മിണ്ടണില്ല, ഒന്നും ചെയ്യണില്ല. അപ്പൊ അവർക്ക് വേണ്ടത് കൗൺസിലിംഗ് ആണ്. അതിന് വേണ്ടി സർക്കാർ കൗൺസിലിംഗ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അത് വന്നാൽ വളരെ ഒരു നല്ലൊരു കാര്യമായിരിക്കും. തുടക്കം തൊട്ട് ഇത്രയും ദിവസമുണ്ട്. ഇപ്പൊ 3 ദിവസം 4ാമത്തെ ദിവസം അജീഷോട് വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടേ, ഇവിടെ കണ്ടതിൽ അജീഷിന് ഏറ്റവും വിഷമം തോന്നിയ സാധനങ്ങൾ തകർന്നു പോയത് കണ്ടിട്ട്. തകർന്നു പോയത് ഇവിടുത്തെ ജനങ്ങൾ തന്നെ സാറേ. എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ സാറ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല സാറേ. സാറേ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അറിയാം സാറേ എൻ്റെ വിഷമം. ഇപ്പോൾ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ക്യാമ്പിൽ അവരോട് വർത്താനം പറഞ്ഞിരിക്കലാണ് സാറേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സഹായം അവരെ കൂടെ അവരെ അനിയനാ ചേട്ടനാ ബ്രദർ ആരായിട്ടും നമ്മൾ അവരെ കൂടെ നിന്ന് സംസാരിക്കുകയാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നവർ ഇവിടെ വന്ന് അവരെ ക്യാമ്പിൽ പോയി അവരെ കൂടെ നിന്ന് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ച് അവരെ കൂടെ കൂടാനാണ് ഞാൻ പറയണുള്ളൂ. സാധനങ്ങൾ കുറേ കൊണ്ട് കൊടുക്കാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കൗൺസിലിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവർ ഈ കുടുംബത്തിൽ പോയിട്ടുള്ള ആൾക്കാരെ പുനർജനിപ്പിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുക. പൂജ ഇപ്പൊ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഒരു ക്യാമ്പിൽ പോവുക എന്നുള്ളത്. നമ്മളൊരു ക്യാമ്പിൽ ചെന്ന് കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഒരു ആശുപത്രിയുടെ വാർഡിൽ കുറച്ചു നേരം ഇരുന്നാൽ ആ വാർഡിലേക്ക് കടന്നെത്തുന്ന മനുഷ്യനെ കണ്ടാൽ മനുഷ്യൻ്റെ അഹങ്കാരങ്ങൾക്കൊക്കെ വലിയ തോതിൽ ശമനമുണ്ടാവും. വലിയ വലിയ സങ്കടങ്ങൾ ഇവിടെ ഈ ക്യാമ്പുകളിലുള്ള വലിയ മനുഷ്യർക്ക്, ആ ക്യാമ്പുകളിൽ എത്തിപ്പെട്ടിട്ടുള്ള മനുഷ്യർക്കൊപ്പം കുറച്ച് സമയം ചെലവിടുക, ആ ദൗത്യമാണ് ഇവരൊക്കെ ചെയ്യുന്നത്. പക്ഷെ അതിനപ്പുറത്ത് ഇന്ന് ഈ ജനകീയ തെരച്ചിൽ നടക്കുമ്പോൾ പൂജ ഇപ്പോൾ കാണാം, ഇതിനപ്പുറത്ത് ഈ നേരത്തെ പറഞ്ഞ ആളുകളുണ്ട് എന്തൊക്കെയാണ് തിരയേണ്ടത് എന്ന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തൊക്കെ ഓക്കെ അജീഷ്, അടുത്ത സ്ഥലത്തിൽ പോയിക്കോളൂ. ശരി മധു, എന്തായാലും ആ രീതിയിലാണ്. അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു പോകും. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്